ഞാനിവിടെ വന്ന് ഇവന് എക്സാമിന് തോറ്റു എന്ന് പറഞ്ഞ് 13-ാം തീയതി ഇത് കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയോടെ ഞങ്ങളുടെ കുടുംബം ഒന്ന് എഴുതുമ്പോൾ എല്ലാത്തിനും നല്ല സ്കോർ കാണിക്കും, സ്പീക്കിങ്ങിന് അവന് സ്കോർ പോവും. അവസാനം ഞാൻ ഇവന് 13-ാം തീയതി തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടാ നാളെ നമുക്കൊന്ന് കൃപാസനം വരെ പോകണം, അച്ഛനെ കാണാൻ പറ്റിയ കാണണം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നമ്മുടെ വേദന ഒന്ന് പങ്കുവയ്ക്കണം, അതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ അലോഷി ബ്രദറിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അച്ഛനെ കാണാൻ ചീട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ചീട്ട് എടുത്തു. എനിക്ക് കിട്ടിയത് 1-ാമത്തെ നമ്പറാണ്. ഞാനും ചേട്ടനും ഇവിടെ ഫ്രണ്ടിൽ 1-ാമത് വന്നു നിന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള തടസ്സങ്ങൾ അച്ഛാ എനിക്ക് എന്താണെന്ന് അറിയണില്ല, സ്പീക്കിങ്ങിനാണ് അവനിങ്ങനെ പോണേന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും ഞാൻ നിന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, മെസ്സേജ് എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവൻ എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് എനിക്ക് വേണം, അച്ഛൻ പറയണ ഒരു ഡേറ്റിൽ എനിക്ക് തരണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് 27-ാം തീയതി ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ 27-ാം തീയതിയാണ് അച്ഛൻ ഡേറ്റ് തന്നേണേ, ആ ഡേറ്റിൽ നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുത്ത് 27-ാം തീയതി എക്സാം എഴുതി. അവൻ നല്ലൊരു സ്കോറോടുകൂടി ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ കൃപാസന അൽത്താരയിൽ വലിയൊരു സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിനെ ഇവിടെ ഉയർത്തണമെങ്കിൽ അമ്മ ഒരിക്കലും വലിയൊരു അനുഗ്രഹം തരണം, അതിന് ഞങ്ങൾ വൈകാതെ തന്നെ അമ്മയുടെ നടയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ ആദ്യമായി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ കാണണമെന്നില്ല, നിങ്ങൾ അൽത്താരയിൽ മാതാവിനെ നോക്കിയിട്ട് ഞങ്ങൾ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് മാത്രം നിങ്ങൾ ഉള്ളിൽ ആഘാതമായി വിശ്വസിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ആ പ്രത്യാശ കൈവിടാതെ ഞങ്ങൾ ഇവൻ്റെ എക്സാമിൻ്റെ ദിവസം 12:30 നേരത്ത് 4 മെഴുതിരി കത്തിച്ച് ഞങ്ങൾ 33 പ്രാവശ്യം പ്രത്യക്ഷകരണ പ്രാർത്ഥനയും 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഞങ്ങൾ മുത്തുമ്പോൾ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഇളയ മകനും ഉണ്ടായിരുന്നു. ഞങ്ങളത് കത്തിച്ച് പ്രാർത്ഥന നിരതമായി അവൻ്റെ എക്സാം കഴിയണവരെ അത് ചെല്ലിക്കൂതിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥനയിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി എൻ്റെ വീടിൻ്റെ ചുറ്റും 7 പ്രാവശ്യം ചെല്ലുന്ന ആ കൊന്ത ഞാൻ അന്ന് നേർന്ന ദിവസമായിരുന്നു. ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ഇളയ മകനും കൂടി മാതാവിൻ്റെ രൂപം സിരിസ്വരൂപം ഇത് നേർന്നുകൊണ്ട് തിരിയും കത്തിച്ച് ഞങ്ങളത് ആ പ്രത്യക്ഷ പ്രാർത്ഥന, ആ ജെറീക്കോ പ്രാർത്ഥന ഞങ്ങൾ പൂർത്തീകരിക്കാനും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു.